ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിന്റെ വക ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഓണമൊക്കെ ഇങ്ങ് എത്താറായി. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. എല്ലാവരും ക്ലാസ് ഒക്കെ കേട്ടിട്ട് പഠിക്കുന്നില്ലേ? ഇന്നത്തെ ക്ലാസ്സിലെ ഫസ്റ്റ് വേർഡ് നമുക്ക് നോക്കാം. ഇങ്ങോട്ട് വരൂ. ഇങ്ങോട്ട് വരൂ. പ്ലീസ് കം ഹിയർ. ഇങ്ങോട്ട് വരൂ. Please come here. ഇങ്ങോട്ട് വരൂ. Please come here. ഓക്കെ, മറുപടി പറയൂ. പ്ലീസ് റിപ്ലൈ. മറുപടി പറയൂ. Please reply. അല്ലെങ്കിൽ നമുക്ക് പ്ലീസ് ആൻസർ എന്നും പറയാം. പ്ലീസ് ആൻസർ. മറുപടി പറയൂ. Please reply and please answer. ഓക്കെ, ദയവായി അദ്ദേഹത്തെ ഉണർത്തൂ. പ്ലീസ് വേക്ക് ഹിം അപ്പ്. ദയവായി അദ്ദേഹത്തെ ഉണർത്തൂ. പ്ലീസ് വേക്ക് ഹിം Up. ദയവായി അദ്ദേഹത്തെ ഉണർത്തൂ എന്നുള്ളതിന് എന്ത് പറയും? പ്ലീസ് വേക്ക് ഹിം അപ്പ്. ദയവായി മടങ്ങി വരൂ. പ്ലീസ് കം ബാക്ക്. ദയവായി മടങ്ങി വരൂ. Please come back. ദയവായി കാത്തു നിൽക്കൂ. പ്ലീസ് വെയിറ്റ്. ദയവായി കാത്തു നിൽക്കൂ. Please wait. ദയവായി കാത്തു നിൽക്കൂ എന്നുള്ളതിന് എന്ത് പറയും? Please wait. ഓക്കെ, അത് പൊയ്ക്കോട്ടെ. ലെറ്റ് ഇറ്റ് ബി. അത് പൊയ്ക്കോട്ടെ. Let it be. അത് പൊയ്ക്കോട്ടെ എന്നുള്ളതിന് എന്ത് പറയും? ലെറ്റ് ഇറ്റ് ബി. അവർ വിശ്രമിക്കട്ടെ. ലെറ്റ് ദം റിലാക്സ്. അവർ വിശ്രമിക്കട്ടെ. Let them relax. ലെറ്റ് ദം റിലാക്സ്. അവർ വിശ്രമിക്കട്ടെ. Let them റിലാക്സ്. relax. ലെറ്റ് ദം റിലാക്സ്. എനിക്ക് മാപ്പ് തരൂ. പ്ലീസ് ഫോർഗിവ് മീ. എനിക്ക് മാപ്പ് തരൂ. Please forgive me. പ്ലീസ് ഫോർഗിവ് മീ. അപ്പൊ നമുക്കൊന്നുകൂടി നോക്കാം. ഇങ്ങോട്ട് വരൂ. പ്ലീസ് കം ഹിയർ. ഇങ്ങോട്ട് വരൂ. Please come here. മറുപടി പറയൂ. പ്ലീസ് റിപ്ലൈ. മറുപടി പറയൂ. Please reply. ദയവായി അദ്ദേഹത്തെ ഉണർത്തൂ. പ്ലീസ് വേക്ക് ഹിം അപ്പ്. ദയവായി അദ്ദേഹത്തെ ഉണർത്തൂ. പ്ലീസ് വേക്ക് ഹിം Up. ദയവായി മടങ്ങി വരൂ. പ്ലീസ് കം ബാക്ക്. ദയവായി മടങ്ങി വരൂ. പ്ലീസ് Please come back. കം ബാക്ക്. ദയവായി കാത്തു നിൽക്കൂ. പ്ലീസ് വെയിറ്റ്. ദയവായി കാത്തു നിൽക്കൂ. Please wait. അത് പൊയ്ക്കോട്ടെ. ലെറ്റ് ഇറ്റ് ബി. അത് പൊയ്ക്കോട്ടെ. Let it be. അവർ വിശ്രമിക്കട്ടെ. ലെറ്റ് ദം റിലാക്സ്. അവർ വിശ്രമിക്കട്ടെ. Let them relax. എനിക്ക് മാപ്പ് തരൂ. പ്ലീസ് ഫോർഗിവ് മീ. എനിക്ക് മാപ്പ് തരൂ. Please forgive me. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ ഇന്നത്തെ ടോക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികളെ എല്ലാ പ്രോഗ്രാമിനും പങ്കെടുപ്പിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നു മുതൽ പങ്കെടുപ്പിക്കണം. ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറയാം. എൻ്റെ മോളുടെ സ്കൂളില് ഇൻഡിപെൻഡൻസ് ഡേയുടെ ഭാഗമായിട്ട് ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്പോട്ട് ടോപ്പിക്കാണ്, അതായത് ആ ടൈമിന് മാത്രമേ ടോപ്പിക് കൊടുക്കുകയുള്ളൂ. ഇവര് 2ാം ക്ലാസ്സിലല്ലേ എത്തിയിട്ടുള്ളൂ. അപ്പൊ ആദ്യം എൻ്റെ കൊച്ചു പറഞ്ഞു, എനിക്ക് പോണോ അമ്മ, എനിക്ക് വരയ്ക്കാൻ പറ്റുമോ എന്നുള്ള അർത്ഥത്തിൽ ഒരു ഇച്ചിരി പേടി പോലെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മോള് സമ്മാനം വാങ്ങിക്കണമെന്നൊന്നുമില്ല, പോയി പങ്കെടുത്തിട്ട് വരുവാന്ന് പറഞ്ഞിട്ട് വിട്ടു. അങ്ങനെ അവള് സ്കൂളിലെ ഡ്രോയിങ് കോമ്പറ്റീഷന് പോയി. അപ്പൊ അവർക്ക് കൊടുത്തത് എന്തായിരുന്നു സബ്ജക്ട് എന്നത്? ഒരു കുട്ടി ഫ്ലാഗ് പിടിച്ചിട്ട് ഓടണ അല്ലെങ്കിൽ വീശണത്. ഒരു കുട്ടി ഫ്ലാഗ് എടുത്തുനിന്ന് ഓടുന്നതോ അല്ലെങ്കിൽ വീശുന്നതോ ആയ ഒരു പിക്ചർ ഡ്രോ ചെയ്യാനാണ് പറഞ്ഞത്. അങ്ങനെ അവളത് വരച്ചു. എന്നിട്ട് അതിന് 2nd പ്രൈസും കിട്ടി. അപ്പൊ നമ്മൾ പേടിച്ചുകൊണ്ട് എല്ലാത്തിനും മാറി നിന്നാല് നമുക്ക് എന്തിനെങ്കിലും മുന്നോട്ട് വരാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മള് കുട്ടികളെ എല്ലാ കോമ്പറ്റീഷൻസിലും പങ്കെടുപ്പിക്കണം. അപ്പൊ അതിന്റെ തലേന്ന് വന്നിട്ട് പ്രൈസ് ഡിസ്ട്രിബ്യൂഷന് മുമ്പ് തലേന്ന് വന്നിട്ട് പറഞ്ഞു, അമ്മ ഗോപിക മാം വന്നിട്ട് എന്റെയും ജോഹാന്റെയും പേര് ID കാർഡൊക്കെ നോക്കി പറഞ്ഞായിരുന്നു. കുറച്ച് കഴിഞ്ഞ് റീന മാം വന്നിട്ട് ഒരു കമ്പ്യൂട്ടർ പ്രിന്റിൽ ഒരു പേപ്പർ ഉണ്ടായിരുന്നു, അതിലും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പേര് വായിച്ചു, താനിയ ഷാജി ജോഹാന് എന്തിനായിരിക്കുന്നത്. അപ്പൊ നമുക്ക് സമ്മാനം കിട്ടുമെന്ന് അറിയില്ലല്ലോ. അപ്പൊ നമ്മുടെ ഒരു മടി കൊണ്ട് ക്ലാസ് ടീച്ചറോട് വിളിച്ചു ചോദിച്ചില്ല. പിറ്റേ ദിവസം ഇൻഡിപെൻഡൻസ് ഡേക്ക് എന്ത് കിട്ടി? ഒരു പ്രൈസ് കിട്ടി. ഇതാണ് ആ സമ്മാനം. അപ്പൊ കുട്ടികളുടെ എന്ത് ചെയ്യണം? എല്ലാത്തിലും പങ്കെടുപ്പിക്കണം. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ Like, share and subscribe. Bye bye.